where the shadows play. The wind hums. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ ആയില്ലേ ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഫുഡ് പോയ്സൺ അടിച്ചിട്ട് ഇങ്ങനെ കിടക്കിയിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇടാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ നാട്ടിൽ നിന്നും കണ്ണൂരിലോട്ട് വരുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പം അത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ചെയ്യാൻ മറക്കല്ലേ. രാവിലെ തന്നെ വന്ന് ഞാനെന്ത് ചെയ്തു, മേലെ ടെറസെന്നൊന്നും പറയാൻ പറ്റില്ല, അവിടുന്ന് ഞാനെന്ത് ചെയ്തു, എല്ലാ ഡ്രസ്സും ഉണങ്ങിയ ഡ്രസ്സൊക്കെ എടുത്തു കേട്ടോ. എണീക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. പിന്നെ ഇഡ്ഡലിയാണ് ഞങ്ങൾ കഴിച്ചത് ഗൈസ്. എന്താ ഉമ്മമാരുടെ ഇഡ്ഡലിയും ചട്നിയും കൂടെ. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ എന്ത് ചെയ്തു, മോർണിംഗിൽ പോവാണ്. ഞങ്ങൾ പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ പോകണം കേട്ടോ ഞങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ സമയം ഒരു 12 മണി 11 ഒക്കെ ആവാനായിട്ടുണ്ടാവും കേട്ടോ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ. പിന്നെ ഞങ്ങൾ അവിടെ എത്തി. ഉപ്പ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ട്രെയിന് വന്നത് കേട്ടോ. ഡിലേ ആയതൊന്നല്ലേ, ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് കുറച്ച് ലേറ്റായി. അപ്പോൾ സീറ്റിലായിരുന്നു, ഉമ്മാൻ്റെ മടിയിലായിരുന്നു മീനൂട്ടി ഇരുന്നത്. പിന്നെ ഞാനും ഒരിഞ്ചും കുറച്ച് കിടങ്ങാറായിട്ടാണ് ഉണ്ടായിരുന്നത്. ഇപ്പം പിന്നെ പോസ്റ്റായിട്ട് അവിടെ നിൽക്കുന്നു കേട്ടോ. എങ്ങനെയെങ്കിലും ട്രെയിനിൽ നിന്ന് ടൈം പാസ് ചെയ്യണം എന്നുള്ള രീതിക്കായിരുന്നു ഞാൻ. അല്ലെങ്കിൽ മര്യാദക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടണം. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഫുഡ് പോയ്സൺ അടിച്ചതാണ് ഗൈസ്. അത് ഇവിടെ നിന്നാണ് ഗൈസ്. ഞങ്ങൾ ഇടയിൽ ഒരു ബിരിയാണി വാങ്ങിച്ച് തിന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര വിശപ്പ്, ഞാനല്ലേ വിശപ്പുണ്ടാവും. അപ്പം അങ്ങനെയാണ് ഗൈസ് എനിക്ക് ഫുഡ് പോയ്സൺ അടിച്ചത്. പിന്നെ ഞങ്ങളിതാ ഇവിടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ. ഇത്രയും സമയം ഞങ്ങൾക്ക് ബിരിയാണി കഴിച്ചിട്ട് ഒരു പ്രോബ്ലം ഇല്ല, അങ്ങനെയാണ് തോന്നിയത് കേട്ടോ. പിന്നെ കുറച്ച് ദിവസമൊക്കെ ആയപ്പോൾ പിന്നെ ഞങ്ങൾക്ക് എന്തായി, മെല്ലെ മെല്ലെ വയറുവേദന തുടങ്ങി. അത് എൻ്റെ ചെറിയ അനിയത്തിക്ക്, നടുക്കത്തെ അനിയത്തിക്ക് ആദ്യം വന്നത് കേട്ടോ. അങ്ങനെ ഉണ്ടായിരുന്നു യാത്ര. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? ഓക്കെ ഗൈസ്, സൂപ്പറാണ്, നമുക്കറിയാം. എന്താണ് എൻ്റെ ഉമ്മാൻ്റെ നാണം. അങ്ങനെ ഞങ്ങൾ ഉപ്പ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഉപ്പ വന്ന് ഞങ്ങൾ എന്ത് ചെയ്തു, വീട്ടിലോട്ട് പോയി. പിന്നെ ഉപ്പ ആണല്ലോ ഇത്ര ദിവസം വീട്ടിൽ നിന്നത്, അതുകൊണ്ട് കുറേ കച്ചറ ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഞങ്ങൾ വൃത്തിയാക്കി. പിന്നെ നാട്ടിൽ നിന്ന് ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ നിന്ന് മാങ്ങ പറിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായി. അത് തിന്നൽ ഞങ്ങൾ എന്ത് ചെയ്തു, ഇപ്പം തന്നെ നടത്തി. ഇപ്പം തന്നെ മൊത്തം കഴിപ്പിച്ചു. പിന്നെ വയറിന് സുഖമായല്ലോ, മാങ്ങയും പിന്നെ ബിരിയാണിയും ഒക്കെ കൂടെ ആയപ്പോൾ പിന്നെ മൊത്തത്തിലൊരു ഇളക്കായിരുന്നു വയറിന് കേട്ടോ. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മഴയും അതിൻ്റെ പോപ്പിനോട് പറഞ്ഞ കേട്ടാ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ബൈ.